നമുക്ക് പെരുന്നാൾക്ക് ഒന്ന് ഒരുങ്ങിയാലോ? അപ്പൊ ഔട്ട്ഫിറ്റ് എന്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാട്ടോ. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാ. അപ്പൊ ഈ ഒരു സമയത്ത് അത് ഇട്ടൂന്ന് മാത്രം. അതവിടെ ബ്ലാക്ക് ആയി പോയി. ആദ്യം നമുക്ക് സ്കിൻ കെയറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. അതുപോലെ തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ആയപ്പോ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തത് മസ്റ്റ് അല്ലേ? അപ്പൊ നിലാസെൻസിന്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോ ഇപ്പൊ റീസെന്റ് മേടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബിബി ക്രീം. ഇതിന്റെ ഞാൻ റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടാലും എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടു. ഞാൻ 3-4 പ്രാവശ്യം ഇട്ടു. പക്ഷെ കുറച്ചും കൂടി ഇട്ടിട്ട് അതിന്റെ ഓക്കെ ആണെങ്കിൽ ഞാനത് എന്തായാലും ഓക്കെ ആണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ട്രൈ ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. നല്ലൊരു ബിബി ക്രീമാണ്. അപ്പൊ അതൊന്ന് സെറ്റ് ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ദേ ഒരു നമ്മുടെ എന്താ പറയാ സ്കിന്നിന്റെ കളറിനായിട്ടുള്ള ഒരു എൽഫിന്റെ ഒരു ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ഒരു ഗ്ലോസി ഐലൈനറും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എന്റെ സ്ഥിരം പണിയാട്ടോ മസ്കാര. ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ ഐബ്രോ സെറ്റ് ചെയ്യും. ഒരു ചെറിയൊരു ബ്ലഷ് ഇട്ട് കൊടുത്തു. നമ്മുടെ മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ചെയ്തു. അതുപോലെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. സംഭവം കഴിഞ്ഞു. പിന്നെ നമ്മുടെ വളയും കമ്മലും ഇതാണ്. പിന്നെ വീട്ടില് ഒരു കുറച്ച് പൊട്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് പശ കുറവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെടുത്തിട്ട് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തന്നെ മുള ഓരോന്നോരോന്ന് ഇട്ടിച്ചു കൊടുത്തു. ഇതിന്റെ ആമസോണിൽ കിട്ടും ട്ടോ. ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ചെയ്യാം ട്ടോ. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. നല്ല സ്നേഹവും സമാധാനവും എല്ലാം നിറഞ്ഞിട്ടുള്ള നല്ലൊരു പെരുന്നാൾ ആശംസ എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഇഷ്ടായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.